എല്ലാവർക്കും നമസ്കാരം. ലോകത്തെ തന്നെ മാറ്റിമറിച്ച് ചില അസാധാരണ മനുഷ്യരെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കഴിഞ്ഞ ഒരു 3 വർഷമുണ്ടല്ലോ, 2023 മുതൽ 2025 വരെ, ഈ കാലയളവില് നൊബേൽ സമ്മാനം നേടിയവരെയും അവരുടെ വിസ്മയിപ്പിക്കുന്ന കണ്ടുപിടുത്തങ്ങളെയും നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാം. അപ്പോ നമുക്കൊരു ചോദ്യത്തിൽ നിന്നു തന്നെ തുടങ്ങിയാലോ? നിങ്ങൾക്ക് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ ഒരു അവസരം കിട്ടുകയാണെന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ എന്തു ചെയ്യും? ഈ ഒരു ചോദ്യം മനസ്സിൽ വെച്ചോണം. കാരണം നമ്മളിനി കാണാൻ പോകുന്ന ഓരോരുത്തരും അവരെല്ലാം ഈ ചോദ്യത്തിന് അവരവരുടേതായ ഉത്തരം കണ്ടെത്തിയവരാണ്. ചിലർ അവർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി, മറ്റു ചിലർ പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക് അതിന്റെ രഹസ്യങ്ങൾ തേടിയിറങ്ങി. വേറെ ചിലരോ അവർ ജീവന്റെ അടിസ്ഥാന നിയമങ്ങൾ തന്നെ മാറ്റിയെഴുതി. അതെ, ഇങ്ങനെയുള്ള വഴികളിലൂടെ നടന്നവരെ, ആ പ്രതിഭകളെ തന്നെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കേ, അപ്പൊ നമ്മുടെ യാത്രയുടെ ആദ്യ ഭാഗം. ഇവിടെ നമ്മൾ കാണുന്നത് മനുഷ്യന്റെ അന്തസ്സിനു വേണ്ടി സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ചവരെയാണ്. സമാധാനത്തിന്റെയും സാഹിത്യത്തിന്റെയും ലോകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചവർ. 2023 ഈ പുരസ്കാരം ചെന്നെത്തിയത് ഇറാനിലെ ഒരു ഉരുക്കു വനിതയുടെ കൈകളിലേക്കാണ്. നർഗീസ് മുഹമ്മദ്. ഒന്നോർത്തു നോക്കൂ, വർഷങ്ങളായി ജയിലിലാണ്. എന്നിട്ടും സ്വന്തം ജീവൻ പണയം വെച്ചാണ് അവർ ഇറാനിലെ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത്, അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്നത്. ആ പോരാട്ട വീര്യത്തെ ലോകത്തിന് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിഞ്ഞില്ല. ഇനി 2024 വന്നാലോ? അവിടുത്തെ സമാധാനത്തിനുള്ള നൊബേൽ ഒരു വ്യക്തിക്കല്ല കിട്ടിയത്, മറിച്ച് ഒരു പ്രസ്ഥാനത്തിനായിരുന്നു. നിഹോൺ ഹിഡാൻക്യോ. ആരാണിവരെന്നറിയോ? ഹിരോഷിമയിലും നാഗസാകിയിലും അണുബോംബ് വീണപ്പോൾ അതിനെ അതിജീവിച്ചവരാണ്. അവർ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ആണവായുധങ്ങളില്ലാത്തൊരു ലോകം വരാൻ വേണ്ടി പരിശ്രമിച്ചു. ആ അടങ്ങാത്ത പരിശ്രമത്തിനുള്ള അംഗീകാരമായിരുന്നു അത്. 2025 വരുമ്പോഴോ, വെനസ്വേലയിൽ ജനാധിപത്യം സംരക്ഷിക്കാൻ പോരാടുന്ന മരിയ കൊറീന മച്ചാഡോ. ഒരു സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ തന്റെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അവർ നടത്തിയ ആ ധീരമായ പോരാട്ടത്തിനാണ് ഈ വലിയ അംഗീകാരം. അപ്പോൾ ഈ സമാധാനത്തിനും സാഹിത്യത്തിനുമുള്ള പുരസ്കാരങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ അതിനെല്ലാം ഒരു പൊതുവായ ഒരു ഹൃദയമിടിപ്പുണ്ട്, അല്ലേ? ഒന്നോർത്തു നോക്കും. നർഗിസ് മുഹമ്മദിയുടെ പോരാട്ടവീര്യം, ഹാൻ കാങ്ങിന്റെ ചരിത്രത്തിലെ മുറിവുകളെക്കുറിച്ചുള്ള എഴുത്ത്, പിന്നെ ജോൺ ഫോസിയുടെ പറയാൻ വാക്കുകളില്ലാത്ത കാര്യങ്ങൾക്ക് ശബ്ദം നൽകുന്ന ആ ശൈലി. ഇതെല്ലാം എന്താ നമ്മളോട് പറയുന്നത്? എത്ര വലിയ പ്രതിസന്ധികൾക്കിടയിലും കലയ്ക്കും മനുഷ്യന്റെ ധൈര്യത്തിനും ഒരു പ്രത്യേക ശക്തിയുണ്ട് എന്ന് തന്നെയല്ല. റൈറ്റ്. ഇനി നമുക്ക് നേരെ പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക്, അതിന്റെ നിഗൂഢതകളിലേക്ക് ഒന്ന് കടന്നാലോ? നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത, പക്ഷെ നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ കണ്ടെത്തിയ, നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ച ചില ശാസ്ത്രജ്ഞരെയാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. 2023 കെമിസ്ട്രി പ്രൈസ് കിട്ടിയത് ക്വാണ്ടം ഡോട്ടുകൾക്കായിരുന്നു. പേര് കേട്ടിട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. ഇവ ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ ചെറിയ മനുഷ്യനുണ്ടാക്കിയെടുത്ത ക്രിസ്റ്റലുകളാണ്. നമ്മുടെയൊക്കെ LED TV സ്ക്രീനുകളിലും പിന്നെ മെഡിക്കൽ ഇമേജിങ്ങിലുമൊക്കെ നല്ല കളറുകൾ കൊടുക്കുന്നത് ഇവരാണ്. ഇവയുടെ വലിപ്പം അത്രയ്ക്ക് ചെറുതായതുകൊണ്ട് തന്നെ ഇവയുടെ സ്വഭാവം അത്ഭുതമാണ്. അതേ വർഷം തന്നെ ഫിസിക്സിലെ ജേതാക്കളെ നമ്മളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഒരു ആറ്റത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു ഇലക്ട്രോൺ, അതിങ്ങനെ ഓടി നടക്കുന്നത് പകർത്താൻ പറ്റുന്നൊരു ക്യാമറ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, അത്രയ്ക്ക് വേഗതയുള്ളൊരു ക്യാമറ. പ്രകാശത്തിന്റെ അതിവേഗതയുള്ള സ്പന്ദനങ്ങൾ, അറ്റോസെക്കൻഡ് പൾസുകൾ എന്ന് പറയും. അതൊക്കെ ഉപയോഗിച്ചാണ് അവരെ അത്ഭുതം സാധ്യമാക്കിയത്. കൊള്ളാം, സംഭവം അടിപൊളിയാണ്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് എന്താ പ്രയോജനം? ഒരു ഇലക്ട്രോൺ ഓടുന്നത് കണ്ടിട്ട് നമുക്കെന്ത് കിട്ടാനാ? സ്വാഭാവികമായും വരുന്നൊരു ചോദ്യമാണല്ലേ? പക്ഷേ ഇതിന്റെ സാധ്യതകൾ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ഇന്നുള്ളതിനേക്കാൾ എത്രയോ മടങ്ങു വേഗതയുള്ള കമ്പ്യൂട്ടറുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതൊക്കെ ഉണ്ടാക്കാൻ ഈ അറിവ് നമ്മളെ സഹായിക്കും. അതിനേക്കാളൊക്കെ പ്രധാനമായി ദ്രവ്യം, അതായത് മാറ്റർ, അതിനെ ഏറ്റവും അടിസ്ഥാന ലെവലിൽ നിന്ന് നിയന്ത്രിക്കാനുള്ള മനുഷ്യന്റെ ശ്രമങ്ങളിലെ ഒരു വലിയ ചുവടുവെപ്പാണിത്. ഇനി 2024 വരാം. ഫിസിക്സ് പ്രൈസ് കിട്ടിയതാർക്കാണെന്നോ? നമ്മുടെയൊക്കെ ജീവിതം ഓരോ നിമിഷവും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ, അതായത് AI-യുടെ ശില്പികൾക്ക്. നമ്മുടെ തലച്ചോറ് പോലെ പ്രവർത്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ, അതിലെ ഇവരുടെ കണ്ടുപിടുത്തങ്ങളാണ് ഇന്നത്തെ ഈ AI വിപ്ലവത്തിന് തന്നെ അടിസ്ഥാനമിട്ടത്. അപ്പോ ഈ പുരസ്കാരങ്ങൾ ഒരുമിച്ച് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും. ക്വാണ്ടം ലെവലിലും മോളിക്യുലാർ ലെവലിലുമൊക്കെ, അതായത് അതിസൂക്ഷ്മ തലങ്ങളിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനും നിർമ്മിക്കാനുമുള്ള നമ്മുടെ കഴിവ് എത്രത്തോളം വളർന്നു എന്നതിന്റെ തെളിവാണിത്.
പ്രോട്ടീനുകളുടെ ഘടന കമ്പ്യൂട്ടർ വെച്ച് പ്രവചിക്കുന്നതും ഇലക്ട്രിക് സർക്യൂട്ടുകളിൽ ക്വാണ്ടം എഫക്ട്സ് കണ്ടെത്തുന്നതുമൊക്കെ. ശാസ്ത്രം വലിയ കുതിച്ചുചാട്ടങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് വരാം. നമ്മുടെയെല്ലാം ആരോഗ്യം. കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച നമ്മുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് നമുക്കുണ്ടായിരുന്ന ധാരണകളെ തന്നെ മാറ്റിമറിച്ച ചില കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാണ് അടുത്തത്. ഇതിന്റെയൊക്കെ തുടക്കം എവിടെ നിന്നാണെന്നറിയാമോ? നമ്മുടെ കോശങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്, mRNA. അതിനെക്കുറിച്ചുള്ളൊരു കണ്ടുപിടുത്തത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അതെ, 2023 മെഡിസിൻ നോബലിന്റെ കഥ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. കാറ്റ്ലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ, ഈ രണ്ടുപേർ mRNAയെക്കുറിച്ച് നടത്തിയ ആ ഒരു നിർണായകമായ കണ്ടുപിടുത്തം, അതോടെയാണ് mRNA വാക്സിനുകൾ എന്ന ആശയം യാഥാർത്ഥ്യമായത്. ഈയൊരു കണ്ടുപിടുത്തം ഇല്ലായിരുന്നെങ്കിൽ കോവിഡ്-19-നെതിരെ ഇത്ര പെട്ടെന്ന് റെക്കോർഡ് വേഗത്തിൽ വാക്സിനുകൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. ആ പോരാട്ടത്തിൽ ഇത് എത്രത്തോളം നിർണായകമായിരുന്നു എന്ന് നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞതാണല്ലോ അല്ലേ? 2024 പുരസ്കാരം കിട്ടിയത് മൈക്രോ RNA എന്നൊന്നിന്റെ കണ്ടുപിടുത്തത്തിനായിരുന്നു. അപ്പൊ എന്താണിത്? വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഫാനിന്റെ റെഗുലേറ്റർ ഇല്ലേ, അല്ലെങ്കിൽ ലൈറ്റിന്റെ ഡിമ്മർ സ്വിച്ച്, അതുപോലെ നമ്മുടെ ശരീരത്തിലെ ജീനുകളുടെ പ്രവർത്തനം ആവശ്യത്തിന് കൂട്ടാനും കുറയ്ക്കാനുമൊക്കെ സഹായിക്കുന്ന കുഞ്ഞൻ തന്മാത്രകളാണിത്. ഈയൊരു കണ്ടെത്തൽ നമ്മുടെ ശരീരം എങ്ങനെയാണ് സ്വയം നിയന്ത്രിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു പുതിയ ലോകം തന്നെ നമുക്ക് മുന്നിൽ തുറന്നു തന്നു. ശരി, ഇനി നമുക്ക് നേരെ സമൂഹത്തിലേക്കും സമ്പദ്വ്യവസ്ഥയിലേക്കും വരാം. പണം, തൊഴിൽ, സാമ്പത്തിക വളർച്ച, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്? ഇതിനെക്കുറിച്ചെല്ലാം ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞരെയാണ് നമ്മളിനി കാണുന്നത്. ഇവിടെ നമുക്ക് പ്രധാനമായും 2 വ്യത്യസ്ത സമീപനങ്ങൾ കാണാം. ഒരു വശത്ത് 2023 ജേതാവായ ക്ലോഡിയ ഗോൾഡിൻ. അവർ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, നൂറ്റാണ്ടുകളായി തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് കുറഞ്ഞ ശമ്പളം കിട്ടുന്നത് എന്നതിന്റെ ചരിത്രപരമായ കാരണങ്ങൾ നമുക്ക് കൃത്യമായി കാണിച്ചു തന്നു. ഇനി മറുവശത്ത് നോക്കിയാലോ, അവിടെ 2024-25 വർഷങ്ങളിലെ ജേതാക്കൾ. അവർ പഠിപ്പിച്ചത് സാമ്പത്തിക വളർച്ചയ്ക്ക് ഇന്നവേഷൻ, അതായത് പുതിയ കണ്ടുപിടുത്തങ്ങൾ എത്രത്തോളം പ്രധാനമാണെന്നാണ്. അതുപോലെ പഴയതിനെ നശിപ്പിച്ചു പുതിയത് വരുന്ന ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന ആശയത്തെക്കുറിച്ചും. അപ്പോ നമ്മൾ ഈ യാത്രയുടെ അവസാനത്തിലേക്ക് കടക്കാണ്. കഴിഞ്ഞ 3 വർഷത്തെ ഈ നൊബേൽ സമ്മാനങ്ങൾ, ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടിയൊന്ന് ഓടിച്ചു നോക്കാം. 1. അടിച്ചമർത്തലുകൾക്കെതിരെ ഒരൊറ്റയാൾ നടത്തുന്ന പോരാട്ടത്തിന്റെ ശക്തി. 2. നമ്മുടെ കണ്ണിന് പോലും കാണാൻ കഴിയാത്ത ക്വാണ്ടം ലോകത്തെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ കഴിവ്. പിന്നെ നിർമ്മിത ബുദ്ധിയുടെയും AIയുടെയും ഉദയം. അതോടൊപ്പം ആരോഗ്യരംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ. അവസാനമായി, എന്താണ് ഒരു സമൂഹത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമെന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ചേർന്നതാണ് മനുഷ്യന്റെ പുരോഗതിയുടെ ഒരു വലിയ ക്യാൻവസ്. അപ്പോ എന്റെ അവസാനത്തെ ചോദ്യം നിങ്ങളോടാണ്. അടുത്തതായി നമ്മുടെ ഈ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്നത് ആരുടെ കണ്ടുപിടുത്തമായിരിക്കും? മനുഷ്യന്റെ പുരോഗതിയുടെ അടുത്ത അധ്യായം എഴുതാൻ പോകുന്നത് ആരായിരിക്കും? ഒരുപക്ഷേ അത് നിങ്ങളിൽ ഒരാൾ